ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 59ാമത്തെ പുഷ്പം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായി കൊണ്ട് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കൂ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നേൻ. ഓം ജനകായ നമ. ഓം ജനയിത്രൈ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. 59ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ വേണുഗാനം എന്ന് പറയുന്ന വളരെ ഭംഗിയേറിയിട്ടുള്ള ആ പ്രകരണമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു, ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഭഗവാന്റെ ലീലകൾ ഉണ്ടായത്. വൃന്ദാവനത്തിൽ ആ പ്രകൃതിക്കും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ഗോപികോപന്മാർക്കും എല്ലാവർക്കും ആ ആസ്വാദ്യകരായും കൊണ്ട് ആ സച്ചിദാനന്ദ കട്ടയെ കയ്യിൽ കിട്ടിയിട്ട് ആ ഭഗവാന്റെ ലീലകൾ ഓരോന്നും അവരുടെ കൺമുൻപിൽ കണ്ടും കൊണ്ട് ഭഗവാന്റെ അടുത്ത് ഇടപഴകിയും കൊണ്ട് അല്ലേ, ഭഗവാന്റെ കൂടെ അടുത്ത് ഇടപഴകിയും കൊണ്ട് ആ ഭഗവാനെ അത്രയധികം ആസ്വദിച്ചും കൊണ്ട് ആർക്കാണല്ലേ അത്രയും ഭാഗ്യം വേറെ ആർക്കാണ് സാധിക്കുക അല്ലേ? നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ? നമുക്കൊക്കെ ആ ഹൃദയത്തിൽ ഭഗവാനെ ഒന്ന് കൊണ്ടുവരാൻ, ഒന്ന് ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആ ഭഗവാനെ ഒന്ന് ആരാധിക്കാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ രൂപത്തിൽ തന്നെ ആ മനസ്സുറച്ചു നിൽക്കാനും അതേപോലെ ഭഗവാന്റെ കഥകൾ പറയുന്ന സമയത്തും ഓരോ സമയത്തും അതെ ആ ഭഗവാനെ മനസ്സിൽ ഉറച്ചു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ മനസ്സിൽ നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്തതോടുകൂടിയാണല്ലോ അതങ്ങനെ. അവർക്ക് കണ്ണിൻ്റെ മുന്നിലും ഉണ്ട്, ഹൃദയത്തിലും അതെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നാ. ആ ഗോപിമാരുടെ ആ പ്രേമപാരവശ്യം, അതേപോലെ ഭഗവാനോടുണ്ടായിരുന്ന അനുരാഗം, അതും കൂടിയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. എന്താ പറയണേ? ആ ഭഗവാൻ ആ ഗോകുലത്തിൽ അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ അങ്ങനെ കളിയാടി ലീലകളാടിയും കൊണ്ട് അങ്ങനെ വളർന്നു വരുന്ന ആ കാലത്ത് സാക്ഷാൽ സച്ചിദാനന്ദ കട്ടയാണ് അല്ലേ. എങ്ങനെയാണ് ബ്രഹ്മതത്വം, ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മ ആയിട്ടുള്ള ഗുരുവായൂരപ്പൻ അവിടെ ഭൂമിയിൽ വന്നിട്ട് ഈ ഗോപികോപന്മാരുടെ കൂടെ ആ സമയം ചെലവഴിച്ച സമയത്ത് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള സകല ജീവാത്മാക്കളും ആകർഷിക്കപ്പെടുന്നത് ആ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാന്റെ നേർക്കാണ്. അങ്ങനെയുള്ള ഭഗവാൻ ആ മന്മഥനായും കൊണ്ട് അല്ലേ ആ ഏതൊരു സ്വരൂപത്തിനെ അല്ലെങ്കിൽ ഏതൊരു ജീവാത്മാവിനെയും അതേ ആകർഷിക്കത്തക്ക വണ്ണത്തിലുള്ള ആ കോമള സ്വരൂപത്തോടു കൂടി ആ ഭഗവാൻ അവിടെ ആ കളിയാടിയ സമയത്ത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ഗോപികമാർക്ക് ഭഗവാനോട് അത്യധികം അനുരാഗം തോന്നി. അവിടെ ആ ഭഗവാനില്ലാണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു മട്ട് അത്യധികം ഭഗവാനോട് ആ പ്രേമ പാരവശ്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഗോപികമാർക്ക് അതിൽ അത്ഭുതമൊന്നും ഇല്ല എന്ന് മേൽപ്പത്തൂർ പറയുന്നുണ്ട് അല്ലേ. കാരണം എന്താ, ഭക്തന്മാർക്ക് സ്വാഭാവികമായിട്ടും ഭഗവാനോട് ആകർഷണം ഉണ്ടാവും. ഇനി ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ സൃഷ്ടിയിൽ തന്നെയുള്ള സകല ജീവാത്മാക്കളും ആഗ്രഹിക്കുന്നത് ആ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഭഗവാനെ മനുഷ്യ സ്വരൂപത്തിൽ
അവരുടെ കൺമുൻപിൽ അതിമനോഹരായിട്ടുള്ള മോഹന സ്വരൂപത്തോടു കൂടി കണ്ട സമയത്ത് അങ്ങനെ അനുരാഗം തോന്നിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന് ഇവിടെ സൂചിപ്പിക്കണം. എങ്ങനെയാണ് അവരുടെ ആ ഹൃദയത്തിൻ്റെ ആ ഒരു ചഞ്ചലതയും അതേപോലെ ആ അനുരാഗത്തിൻ്റെ ഓരോ രീതിയിലുള്ള ആ ഭാവങ്ങളും ഒക്കെ ഓരോ ശ്ലോകങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയണു ഭഗവാനെ വിട്ടു നിൽക്കാൻ ഒട്ടും തന്നെ സാധിക്കില്ല എന്നുള്ള മട്ടായിന്ന സദാ ഭഗവാനെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കണം എന്നുള്ള ആ ആഗ്രഹം വന്നു തുടങ്ങി. എങ്ങനെയാണ് ഭഗവാൻ കാട്ടിലേക്ക് പശുക്കളെ മേയ്ക്കാൻ പോവാറുണ്ട്. ആ പോവണ സമയത്ത് ആ സമയത്ത് പോലും ഭഗവാനെ വിട്ടു നിൽക്കാൻ വയ്യ. എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ കൺമുന്നിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആ മന്മഥനായിട്ടുള്ള ഭഗവാനെ ആ മന്മഥൻ്റെ ബാണം ഏൽക്കണ കാരണം, കാമബാണം ഏറ്റത് കാരണം ആ ഗോപികമാർക്ക് അങ്ങനെ ഒരു ഭാവവ്യത്യാസം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, എന്നാൽ ഭഗവാൻ കാട്ടിലേക്ക് പോകുന്നവർക്കറിയാം. അങ്ങനെ കാട്ടിലേക്ക് പോണ സമയത്ത് ആ പോയി കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ അവിടെ നിന്നുകൊണ്ട് മുരളി ഊതും, വേണു ഊതും. ആ വേണു ഊതണ ശബ്ദം അവരെ മനസ്സിൽ കണ്ടുകൊണ്ട്, ആ ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ ആ വേണു ഊതണ ആ സ്വരൂപം കണ്ടുകൊണ്ട് ആസ്വദിച്ചും കൊണ്ട് ആ ഭഗവാന്റെ ആ അതിമനോഹരായിട്ടുള്ള ആ വേണുഗാനം കേൾക്കുന്ന സമയത്ത് ഭഗവാന്റെ ഓരോ ലീലകളും ഓരോ കഥകളും, ഭഗവാൻ എന്നോട് ഇത് പറഞ്ഞു അത് പറഞ്ഞു, ഭഗവാൻ എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ ആ കൗതുകവും അവരവരുടെ ആ ആനന്ദമൊക്കെ പങ്കുവെച്ചും കൊണ്ട് അങ്ങനെ ഭഗവാന്റെ കഥകൾ പറഞ്ഞും കൊണ്ട് അവർ സമയം ചെലവഴിക്കുന്നതാണ്. ഭഗവാനാണെങ്കിലും അതേ പുതിയൊരു ശീലം തുടങ്ങിയെന്നാ. ഇതുവരെ നാരായണീയത്തിൽ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല ഈ ശീലത്തിനെ കുറിച്ച്. ഭഗവാൻ ഇപ്പോൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഒരു സ്ഥിരം പരിപാടി എന്താ, ഒരു നല്ല തണലുള്ള ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി നിന്ന് ആ കാലൊക്കെ പിണച്ച് വെച്ച് ആ മുരളി വേണു എടുത്തും കൊണ്ട് ഭഗവാൻ അതിമനോഹരമായിട്ട് ആ സംഗീതത്തിൻ്റെ ആ എല്ലാ തരം കലകളുടെയും ഉറവിടാണല്ലേ ഗുരുവായൂരപ്പൻ. അപ്പോൾ ആ ഭഗവാൻ മുരളി ഊതുമ്പോൾ പറയണോ, ആ സംഗീതത്തിൽ ഈ പ്രകൃതി മുഴുവൻ മയങ്ങമാറ് അത്രയും ആനന്ദപ്രദമായിട്ടുള്ള രീതിയിൽ ഭഗവാൻ വേണു ഊതാൻ എന്നും തുടങ്ങിയെന്ന്, അതൊരു ശീലാക്കി എന്നാണ് പറയണത്. അപ്പം ആ സ്വരൂപത്തിലാണ് ഇന്ന് നമ്മൾ ഭഗവാന്റെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ കാണുന്നില്ലേ. ഭഗവാൻ കാല് പിണച്ച് വെച്ചും കൊണ്ട് ആ മുരളി അവിടെ നിന്നിട്ട്, ഇരുന്നും കൊണ്ടല്ല നിന്നും കൊണ്ട് കാല് പിണച്ച് വെച്ചിട്ട് ആ ഭഗവാൻ ആ മുരളി ഊതന ആ സ്വരൂപം, നമ്മൾക്ക് മുരളീധരനായിട്ട് ഭഗവാനെ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരണ ആ സ്വരൂപം, ആ സ്വരൂപത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിൽ ആ കാട്ടിലേക്ക് പോണ സമയത്തൊക്കെ നിത്യേന അങ്ങനെ ഒരു പതിവ് തുടങ്ങിയതാണ് വേണുഗാനം എന്നുള്ള. ഇനി ആ വേണുഗാനത്തിൻ്റെ മഹാത്മ്യം പറയുകയാണ്. പറഞ്ഞ കൂട്ടത്തിൽ ഈ പ്രകൃതി മുഴുവൻ അതിൽ അലിയണ പോലെയാണെന്നാ, മയങ്ങി പോവുകയാണ്. സകലതും മറന്നുകൊണ്ട് ആ ചുറ്റുമുള്ള ജീവജാലങ്ങളെല്ലാവരും, മനുഷ്യരെന്നില്ല സകല ജീവജാലങ്ങളും, ഇനി ഭൂമിയിലുള്ളതെന്നില്ല, ആകാശത്തിൽ സഞ്ചരിക്കുന്ന ആ ദേവസ്ത്രീകളായാലും ദേവന്മാരായാലും മറ്റുള്ള ആ ഓരോ വംശത്തിലുള്ള ആൾക്കാരും ഓരോ കുലത്തിലുള്ള ആൾക്കാരും എന്ന് പറയണ്ട, എല്ലാവരും അതിലാ മയങ്ങിയും കൊണ്ട് ആസ്വദിച്ചും കൊണ്ട്. ഇവിടെ പറയണു, ആകാശത്തിൽ സഞ്ചരിക്കുന്ന ദേവസ്ത്രീകൾക്ക് അവർക്ക് പോലും ആ കാമദേവൻ അവരെ ആക്രമിച്ച പോലെ, അല്ലെങ്കിൽ ഭഗവാനോട് അത്യധികമായിട്ട് ഒരു ആകർഷണീയത തോന്നണ മട്ടിൽ അവരവിടെ ആ ആകാശത്തിൽ സ്തബ്ധിച്ച് അവിടെ നിന്നു പോകുന്നാണ് പറയുന്നത്. അതേപോലെ പറയുന്നു, മറ്റുള്ള പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അവരൊക്കെ ഒരു കല്ല് പോലെ ആ സംഗീതം മാത്രം ആസ്വദിച്ചും കൊണ്ട്, ചിലപ്പോൾ ഒരു പുലിയാവും, ആ പുലി എന്തെങ്കിലും ഒരു മാനിൻ്റെ പിന്നാലെ ഓടണ സമയമാവും. അപ്പോൾ പുലിയുടെ ഭക്ഷണമാണല്ലോ മാൻ. അപ്പോൾ മാൻ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാവും, പുലി ആ ഭക്ഷണത്തിന് വേണ്ടി പിന്നാലെ ഓടുകയാവും. ആ സമയത്താവും ഭഗവാൻ അവിടെ വേണു ഊതാൻ തുടങ്ങുക. രണ്ടുപേരും അവിടെ ആ സ്തബ്ധരായിട്ട് നിന്നുകൊണ്ട് ആ സംഗീതം മാത്രം ആസ്വദിച്ചും കൊണ്ട്, താൻ ഒരു പുലിയാണെന്നോ താൻ ഒരു മാനിൻ്റെ പിന്നാലെ ഓടുകയാണെന്നോ എല്ലാം മറന്നും കൊണ്ട് അല്ലേ, ആ ഭഗവാന്റെ ആ കലയിൽ അല്ലെങ്കിൽ ആ മഹാത്മ്യത്തിൽ മാത്രം മനസ്സ് അലിഞ്ഞുകൊണ്ട് അവരൊക്കെ ആസ്വദിച്ച് ആ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളും അങ്ങനെ ആയിത്തീർന്നു എന്നുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കൂ. അപ്പോൾ ആ ഭഗവാനെക്കുറിച്ച് ഉള്ള ചിന്ത അല്ലെങ്കിൽ ഭഗവോന്മുഖമായിട്ട് നമ്മൾക്ക് വരുന്ന കാര്യങ്ങൾ, അതിൽ സകലതും അലിഞ്ഞു പോണ മട്ടന്നെയാണ് അല്ലേ. നമ്മളോട് വളരെ പ്രശസ്തമായിട്ടൊരു ഗാനമുണ്ട്, പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു, എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുൻപിലെൻ കണ്ണു നിറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയേറിയ. എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കഥകൾ ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ പാരലായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും
തൽക്കാലം നമുക്ക് നമ്മുടെ മനസ്സിനൊരു ഒരു സമാധാനമാണ് അല്ലേ, ഒരു ആശ്രയം കിട്ടിയ മട്ടാണ്. ഇവിടെ എല്ലാം ഇറക്കി വെക്കാം. ആ ഭഗവാന്റെ കാൽക്കൽ എത്തുന്ന സമയത്ത് തൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സംഘർഷങ്ങളുടെ ആ ഭാരം മുഴുവൻ അവിടെ ഇറക്കി വെക്കാം. അവിടെ സുരക്ഷിതമാണ്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചെടുത്താലും മതി. അത് വേണമെങ്കിൽ ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, നമ്മുടെ ദുഃഖങ്ങളായാലും ശരി, അവിടെ ഗീതയിൽ പറഞ്ഞ പോലെ പത്രം പുഷ്പം ഫലം തോയം യോമി ഭക്ത്യാ പ്രയച്ഛതീന, ഭഗവാന്റെ മുന്നിൽ പുഷ്പങ്ങൾ കൊണ്ട് ആരാധിക്കണം എന്നില്ല, നേദ്യം സമർപ്പിക്കണം എന്നില്ല, തീർത്ഥം സമർപ്പിക്കണം ഒന്നുമില്ല. ഇനി കൊടുക്കാൻ നിങ്ങളുടെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഭാരം മാത്രമേ കയ്യിലുള്ളൂ എന്ന് വെച്ചാൽ അതും ഞാൻ സ്വീകരിച്ചോളാം. തരുന്നത് ഭക്തിയോടു കൂടി ആവണമെന്ന് മാത്രം. അപ്പോൾ ആ ഒരു മട്ട്, ഭഗവാന്റെ ആ സംഗീതം, അതിലെ സകലതും അലിഞ്ഞുകൊണ്ട്. അതേപോലെ പറയണു, കല്ലുകൾ, അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന കല്ലുകൾ, പാറകളൊക്കെ അത് അലിഞ്ഞു പോവോ എന്നുള്ള മട്ടിൽ അത്രയും ആ ശ്രവണ സുന്ദരമായിട്ടുള്ള ആ സംഗീതം. അങ്ങനെയുള്ള ഭഗവാന്റെ വേണു അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ള ആൾക്കാർ. മാത്രമല്ല ഇവിടെ ഗോപികമാരുടെ അവസ്ഥ എന്താ, അവരവരുടെ ഗൃഹങ്ങളിലാണ്, അവർ കാട്ടിൽ ഭഗവാന്റെ കൂടെ വന്നിട്ടില്ല. പക്ഷേ ഭഗവാൻ അങ്ങനെ ആ ഒരു മരത്തിൻ്റെ തണലിൽ നിന്നും കൊണ്ട് കാല് പിണച്ച് വെച്ച് ഭഗവാൻ മുരളി ഊതണത് അവരവരുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട്, ആ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് ആ ഭഗവാന്റെ സ്വരൂപം ആസ്വദിക്കുകയാണ്. ആ സ്വരൂപത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ആ സംഗീതം ദൂരെ നിന്ന് വരുന്നത് കേട്ടുകൊണ്ട് ഭഗവാനിൽ അവർക്കുണ്ടായിരുന്ന അനുരാഗം വർദ്ധിച്ചു വന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പറയണു, ഇവിടെ പറയുന്നുണ്ട്, ഗോപികമാർ പറയുകയാണ്, ആ അടുത്ത് പോയി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല, പക്ഷെ അടുത്ത് നിൽക്കണ ആ ആൾക്കാരുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂന്ന. അവിടെ ആകാശത്തുള്ള ദേവസ്ത്രീകൾ, അതേപോലെ ചുറ്റും നിൽക്കണ ആ അനേകം പശു പക്ഷികളെല്ലാം, എല്ലാതരം ജീവജാലങ്ങൾ, അവരുടെയൊക്കെ ഒരു ഭാഗ്യം. അതേപോലെ ഭഗവാന്റെ കാലെവിടെയാണ് വെച്ചിട്ടുള്ളത്, ഭഗവാൻ ഏറ്റവും പ്രിയകരമായിട്ടുള്ള ആ വൃന്ദാവനത്തിൻ്റെ ഭൂമിയിലാണ്. ആ ഭൂമിയുടെ ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം ചിന്തിച്ചു നോക്കൂ. അവരുടെ അത്ര പുണ്യം ചെയ്ത ആൾക്കാർ വേറെ ഉണ്ടോ എന്നുള്ള മട്ടിൽ ഈ ഗോപികമാർ തന്നെ പറയണൂന്നാ. നമ്മളൊക്കെ ഭക്തിയിൽ പറയുന്ന സമയത്ത് പറയും, ഗോപികമാരുടെ അത്ര ഭാഗ്യം വേറെ ആരാ ചെയ്തിട്ടുള്ള. ഉദ്ധവര് പറയണതും ഉദ്ധവര് നമസ്കരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഗോപികമാരാണ് പറയുന്നത്, ഭഗവാന്റെ വേണുഗാനം ആസ്വദിച്ചും കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ അവരുടെ ഭാഗ്യം എത്രയാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂന്ന. ഇനി അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മാത്രമല്ല പറയണേ, ആ വേണുവിൻ്റെ ആ ഓടക്കുഴലിൻ്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂന്ന. ഭഗവാന്റെ അധരത്തോട് ചേർന്ന് നിന്നും കൊണ്ട് അല്ലേ, അത്രയും ഭാഗ്യം വേറെ ആർക്കാണുള്ളത്. ഭഗവാന്റെ കൈവിരലുകൾ ആ വേണുവിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ, അതിൻ്റെ ഓരോ ദ്വാരത്തു കൂടി ഇങ്ങനെ ആ ഭഗവാൻ കൈവിരൽ ഓടിക്കുന്നുണ്ട്, കാലുകൊണ്ട് താളം ചവിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ആസ്വദിക്കുന്നുണ്ട് അല്ലേ ഭഗവാൻ ആ ഓടക്കുഴലിനെ. ആ ഓടക്കുഴലിൻ്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഓടക്കുഴലിനെ പോലെ ഒരു ഭാഗ്യം പോലും ഞങ്ങൾക്ക് അതിനുള്ളതുണ്ടോ? ആ ഓടക്കുഴലിന് കിട്ടണ ആ സൗഭാഗ്യം കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടോ എന്നുള്ള മട്ടിൽ ഇല്ല. അത് ദുരാഗ്രഹമാവും. കാരണം എങ്ങനെയാ അത് സാധിക്കുക എന്നുള്ള മട്ടിൽ അത്രയും ആ ഭഗവാനോട് കാമപരവശരായും കൊണ്ട്, അത്രയധികം ഇവിടെ പറയുന്നുണ്ട് ആ കാമദേവന്റെ അനുഗ്രഹം കൊണ്ട് എന്നാണ് പറയുന്നത്. അത്രയധികം ഭഗവാനോട് അനുരാഗം വന്നിട്ട് ഇവിടെ സ്വന്തം ഗൃഹകൃത്യങ്ങൾ അടക്കം അവർ ആ ചെയ്യണ സമയത്ത് അവർക്ക് ശ്രദ്ധയില്ല. ഭഗവാനിൽ മാത്രമാണ്, ഭഗവാന്റെ ആ സ്വരൂപത്തിലും ഭഗവാന്റെ ആ വേണുഗാനത്തിലും ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ട് അവർ മറ്റുള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ എങ്ങനെയാണോ സാധാരണ ചെയ്യാറുള്ളത് അതേപോലെയൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കണില്ല എന്ന് ഇവിടെ മേൽപ്പത്തൂർ അതിനെ മഹാഭാഗ്യമായിട്ട് പറയണു. എന്താ, സാധാരണ മനസ്സിലെ കാമം എന്നുള്ള വികാരം വരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയോട് നമുക്ക് കാമം അല്ലെങ്കിൽ അനുരാഗം എന്നുള്ള ഒരു വികാരം വരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ഹൃദയത്തിൽ സ്വാഭാവികമായിട്ട് വരണ ഒരു വികാരമാണ്. പക്ഷേ ഭഗവാന്റെ ആ പാദത്തിൽ അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ വണ്ണം ആ ഭഗവാനോടുള്ള ഒരു ആരാധനാ മനോഭാവം അല്ലെങ്കിൽ ഭക്തി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിയാൽ തന്നെ നമുക്ക് സാധിക്കുള്ളൂ അല്ലേ. നമ്മളൊക്കെ ഭക്തന്മാരാണെന്ന് ചിലപ്പോൾ അഹങ്കരിച്ചും കൊണ്ട് പറയാം, പക്ഷെ യഥാർത്ഥ ഭക്തന്മാരുടെ നിലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ആ ഭക്തി എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സ്വാർത്ഥതയില്ല. സർവവും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചും കൊണ്ട് ആ ഭഗവാനെ മാത്രം ആശ്രയിച്ചും കൊണ്ടുള്ള ആ ഒരു ഭാവമാണ്. ആ ഭക്തി എന്നുള്ളത്
നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ഗോപികമാരുടെ ഒരു മഹാഭാഗ്യം എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സാധിച്ചു എന്നാ. അനുരാഗം തോന്നിയത് ഭഗവാനോടായത് കാരണം. വേറെ ആരോടാണെങ്കിലും കാമം അപകടമാണ്, പക്ഷെ ഭഗവാന്റെ കാൽക്കലാണെന്നുണ്ടെങ്കിൽ അത് മോക്ഷത്തിനുള്ള വഴിയാണ്. അപ്പം ആ ഗോപികമാരുടെ ഒരു ഭാഗ്യം നോക്കൂലേ, ആ കാമം എന്നുള്ള വികാരം സ്വാഭാവികമായിട്ട് ഉണ്ടായി, പക്ഷെ അത് ഭക്തിയായിട്ടാണ് അവിടെ മാറുന്നത്, കാരണം ഭഗവാന്റെ കാൽക്കലായത് കാരണം. അപ്പം അത് രണ്ടും കൂടി ഒരുമിച്ച് സാധിച്ച ആ ഗോപികമാരുടെ ഒരു ഭാഗ്യം എത്ര വലുതാണ്. എന്തായാലും ഗുരുവായൂരപ്പ അങ്ങനെയുള്ള ആ ഭക്തി അടിയനം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൽപ്പത്തൂർ ഈ ദശകം സമർപ്പിക്കുകയാണ്. ഈ ദശകവും നമുക്ക് ഭഗവാന്റെ കാൽക്കൽ ഭംഗിയായി സമർപ്പിക്കാൻ ശ്രമിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ത്വദ്വപുർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുമുഹുരന്വഹം സ്ത്രിയ മന്മഥോന്മഥിതമാനസാക്രമാത് ത്വദ്വിലോകനരകാസ്തതസ്തത ഗോപികാസ്തവനസേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ നിർഗതേ ഭവതി ദത്തദൃഷ്ടയ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാ വേണുനാദമുപകർണ്യ ദൂരത ത്വദ്വിലാസകഥയാഭിരേമിരേ കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാ കലിതപാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം മാരബാണധുതഖേചരീകുലം നിർവികാരപശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃശദാമപി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാ നിർവിശങ്കഭവദംഗദർശിനി ഖേജരീ ഖഗമൃഗാൻ പശൂനപി ത്വത്പദപ്രണയികാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ ആപിബേയമധരാമൃതം കദാ വേണുഭുക്തരസശേഷമേകദാ ദൂരതോ ബതകൃതം ദുരാശയേത്യാകുലാമുഹുരിമാ സമാമുഹൻ പ്രത്യഹം ച പുനരിത്തമംഗനാ ചിത്തയോനിജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം രാഗസ്താവജ്ജായതേ ഹി സ്വഭാവാൻ മോക്ഷോപായോ യത്നതസ്യാന്നവാ സ്യാത് താസാം ത്വേഗം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. ഗുരുവായൂരപ്പ ശരണം.